ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുട്ടിയുടെ ആഹാരകാര്യത്തെക്കുറിച്ച് അമ്മമാർക്ക് എപ്പോഴും ടെൻഷനാണ്. ഒട്ടും ആഹാരം കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ഇവർക്ക് വേണ്ട പോഷണം എങ്ങനെ ലഭിക്കുന്നുവെന്നും, ഇടയ്ക്കിടെ ആഹാരം ആവശ്യപ്പെടുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ ശീലം അവരിൽ പൊണ്ണത്തടി പോലുള്ള രോഗാവസ്ഥകൾ സൃഷ്ടിക്കുമോ എന്നും എന്തായാലും അമ്മമാരുടെ ആകുലതകൾ അവസാനിക്കുന്നില്ല. ഓരോ വർഷവും 1.6 മുതൽ 3.3 കിലോഗ്രാം വരെ ഭാരവും 5 മുതൽ 9 സെൻറ്റിമീറ്റർ വരെ ഉയരവും 9 മുതൽ 10 വയസ്സാകുന്നത് വരെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഭക്ഷണത്തിലെ പോഷകങ്ങളുടെ കുറവും നാളുകളായിട്ടുള്ള വിശപ്പില്ലായ്മയും വളരെ നാളായി വളരെ കുറച്ചു മാത്രം ഭക്ഷണം കഴിക്കുന്നതും പോഷകാഹാരക്കുറവിന് കാരണമാകുന്നു. ചെറിയ കുട്ടികളിൽ സ്റ്റൊമക്ക് കപ്പാസിറ്റി കുറവായതിനാൽ ചെറുതും ഇടവിട്ടതുമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണമാണ് നല്ലത്. സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ചോറ്, ഇഡ്ഡലി, ദോശ, അപ്പം തുടങ്ങി പഴവർഗ്ഗങ്ങളും പരിപ്പ്, പയറുവർഗ്ഗങ്ങളും ഊർജ്ജം ഉള്ള ഭക്ഷണം തന്നെയാണ്. ചെറിയ കുട്ടികളിൽ ശ്വാസമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ പഴവർഗ്ഗങ്ങളും മറ്റും ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. കുട്ടികളിൽ ഫാറ്റ് തീരെ കുറയ്ക്കേണ്ട. ഫാറ്റ് തീരെ കുറഞ്ഞ ആഹാരത്തിൽ ഊർജ്ജം കുറവായിരിക്കും. അതിനാൽ തന്നെ മുട്ടയുടെ മഞ്ഞ, നട്ട്സ്, നെയ്യ് ഇവ മിതമായ രീതിയിൽ ഉപയോഗിക്കാം. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കും കാൽസ്യം കൂടിയേ തീരൂ. പാലും പാലുൽപ്പന്നങ്ങളും തന്നെയാണ് കാൽസ്യത്തിൻ്റെ ആദ്യ സോഴ്സ്. 1-2 ഗ്ലാസ് പാലോ പുഡിങ്ങോ വെണ്ണയോ ചീസോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വഴി പ്രോട്ടീനും കാൽസ്യവും കുട്ടികൾക്ക് ലഭിക്കുന്നു. അയൺ കുറവ് കുട്ടികളിൽ വളർച്ച പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ശർക്കര, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, ചീര ഇലകൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇത് കൂട്ടാൻ സഹായിക്കുന്നു. കുട്ടികളുടെ വളർച്ചയ്ക്കും വികാസനത്തിനും ഓക്സിജൻ്റെ സുഗമ സഞ്ചാരത്തിനും കോശങ്ങളുടെ പുനർനിർമ്മാണത്തിനും ഹോർമോണിൻ്റെയും എൻസൈമിൻ്റെയും ശരിയായ ഉൽപ്പാദനത്തിനും ഈ പ്രവർത്തനത്തിനെല്ലാം പ്രോട്ടീൻ കൂടിയേ തീരൂ.